ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരള PSC. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമൊബൈലിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ്. ഓട്ടോമൊബൈലിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അഞ്ചാമത്തെ സീരീസിൻ്റെ ഓട്ടോമൊബൈലിന് മാത്രമായിട്ട് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 100 ക്വസ്റ്റ്യൻസിൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. AMVAയ്ക്കും MMVയ്ക്കും അതുപോലെ പമ്പ് ഓപ്പറേറ്റർ, ഡീസൽ മെക്കാനിക്ക്, അങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപയോഗിക്കുന്ന വീഡിയോ ആണ്. അപ്പം എല്ലാവരും കാണുക. പിന്നെ അതിൽ ഓരോ ക്വസ്റ്റ്യൻ നാം പറയുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുക. അതിനുശേഷം ആൻസർ കാണുക. അല്ലെങ്കിൽ ഒരു വലിയ ഗുണം കിട്ടത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്തിട്ട് വേണം വീഡിയോ ആക്കി കാണാൻ. അതുപോലെ തന്നെ എനിക്ക് തെറ്റുണ്ടെങ്കിൽ അതിന് കമൻ്റ് ഇടുക. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which of the following statement is false about lubricating system? False about lubricating system. Oil cooler heats the oil when coolant temperature is greater than oil temperature. നിർബന്ധമില്ല അല്ലേ, എന്നാലും നമുക്ക് ഓക്കെ ഇടാം. All the oil reaching the main gallery is filtered by bypass oil filter system. തെറ്റ്. അപ്പോൾ ആൻസർ കിട്ടി, ഫോൾസ് അല്ലേ. നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട വരും. കാരണം ബൈപ്പാസ് ഓയിൽ ഫിൽട്ടർ സിസ്റ്റത്തിനതിൽ എല്ലാ ഓയിലും ഫിൽട്ടർ ചെയ്തില്ല. ഒരു കുറച്ച് ഓയിൽ മാത്രമേ ഫിൽട്ടർ ആവത്തുള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് പോകും അല്ലേ. ഓയിൽ പമ്പിനുള്ള ഓയിലിനെ ഫിൽട്ടർ ചെയ്ത് ഓയിൽ സമ്പിലേക്ക് തന്നെ വിടുന്ന പരിപാടിയാണ് എന്ത്, ഈ ബൈപ്പാസ് ഓയിൽ ഫിൽട്ടർ സിസ്റ്റം. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ശരിയാണ്. ബാക്കി കൂടെ വായിച്ച് നോക്കാം. അപ്പോൾ ഓയിൽ ഹീറ്റർ ഹീറ്റ് ചെയ്യും, ഓയിൽ കൂളർ ഹീറ്റ് ചെയ്യും, ഡ്രൈ സം ലൂബ്രിക്കേഷൻ സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്, ശരിയാണ്. ലൂബ്രിക്കേഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ പ്രിവെൻറ്റിംഗ് ബ്ലോ ബൈ ഗ്യാസസ്, അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is false about fuel system? False about fuel system. Air locking in diesel fuel system will cause erratic running of engine. Air locking of diesel fuel സംഭവിക്കാറുണ്ട്. Water in fuel system might damage fuel injectors, ശരിയാണ്. An engine can be started without the signal from CKP, തെറ്റ് അല്ലേ. 3 സിഗ്നൽ, 3 എണ്ണം ഏതൊക്കെയാണ്? CMB, CKP, പിന്നെ അതായത് CMB എന്ന് പറയുമ്പോൾ ക്രാങ്ക് പൊസിഷൻ, അല്ല ക്യാം പൊസിഷൻ. ഇത് CMB എന്ന് പറയുമ്പോൾ ക്യാം പൊസിഷൻ, CKP എന്ന് പറയുമ്പോൾ ക്രാങ്ക് പൊസിഷൻ. ഇത് രണ്ടും അല്ലാതെ മൂന്നാമതെണ്ണം ഉണ്ടല്ലോ. അങ്ങനെ 3 സെൻസറിൻ്റെ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തെറ്റ് ഇതാണ്. ഓക്കെ, ഇഞ്ചക്ഷൻ പ്രഷർ CRDA 2000 വരെയാണ്, ശരിയാണ്. അപ്പോൾ ആൻസർ C ആണ്. എൻജിൻസ് ഹാവിങ് സ്പാർക്ക് ഇഗ്നിഷൻ ക്യാൻ ഗവേൺഡ് ബൈ. സ്പാർക്ക് ഇഗ്നിഷൻ്റെ ഗവേണൻസ് നമ്മൾ പെട്രോളിൻ്റെ ഗവേണൻസും ഡീസലിൻ്റെ ഗവേണൻസും ഓർത്തോണം. പെട്രോളിൻ്റെ ഗവേണൻസ് നമ്മൾ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റി ഓർത്തോണം. അത് നമ്മൾ കാർബോറേറ്ററിന് അതിൽ എയറും ഫ്യൂവലും തമ്മിലുള്ള ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി. ഓക്കെ, ഓർത്തോണം. അപ്പോൾ കാർബോറേറ്ററിന് അതിൽ ക്വാണ്ടിറ്റി ഗവേണൻസും, ഡീസൽ എൻജിനതിൽ ക്വാളിറ്റിയാണ്, ഡീസലിൻ്റെ ക്വാളിറ്റിയാണ് ഓർത്തോണം. ഡീസൽ എത്ര ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഡീസൽ മിക്സ് ചെയ്യുന്നില്ല, അപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ക്വാളിറ്റി ഗവർണൻസ് ആണ് ഡീസലിനതിൽ, ക്വാണ്ടിറ്റി ഗവർണൻസ് ആണ് പെട്രോളിനത്. കേട്ടോ, ഇത് ഒരിക്കലും മറക്കല്ല്. കാരണം ഇതിൽ നിന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ടോപ്പിക്കാണ്, എത്ര പഠിച്ചാലും തെറ്റിപ്പോകുന്ന ടോപ്പിക്കാണ്. അപ്പം പെട്രോളിന് ക്വാണ്ടിറ്റി ഓർക്കണം, പെട്രോളിൻ്റെ ക്വാണ്ടിറ്റി, ഡീസലിൻ്റെ ക്വാളിറ്റി ഓർക്കണം, ഡീസലിൻ്റെ ക്വാളിറ്റി. അടുത്തത്, ഇൻ എ 4-stroke എൻജിൻ ദ വർക്കിംഗ് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ബൈ. 4-stroke എൻജിൻ അപ്പോൾ എത്ര? 2 റൊട്ടേഷൻ അല്ലേ, 2 റെവല്യൂഷൻ. വാട്ട് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്യാം ഷാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ആണ്? കോപ്പർ അലോയ് ആണോ? അല്ല. ഫോർജ്ഡ് അലോയ് സ്റ്റീലാണോ? സംഭവിക്കാറുണ്ട്. അലൂമിനിയം അല്ല. സിംഗിൾ അലോയ് ആണോ? അല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഫോർജ്ഡ് അലോയ് സ്റ്റീൽ. പിസ്റ്റൺ ആൻഡ് കണക്റ്റിംഗ് റോഡ് ആർ ജോയിൻഡ് ബൈ. പിസ്റ്റണും കണക്റ്റിംഗ് റോഡിനും ജോയിൻ ചെയ്യുന്നതാണ് ഗുഡ്ജിയൻ പിൻ അല്ലേ. പിസ്റ്റൺ പിൻ എന്നറിയപ്പെടുന്നത് ഗുഡ്ജിയൻ പിന്നാണ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലച്ച്? ഫ്രിക്ഷൻ ആണ് അല്ലേ. ക്ലച്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫ്രിക്ഷനാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ത്രോട്ടിൽ വാൽവ്? ത്രോട്ടിൽ വാൽവ് എന്ന് പറയുമ്പോൾ എന്തിനാണ്? ത്രോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എയർ കൂടുതൽ കൊടുക്കാൻ അല്ലേ. കൺട്രോൾ ദ എയർ ഫ്യൂൽ മിക്സർ എഞ്ചിൻ അല്ല. ഫിൽട്ടർ ദ ഫ്യൂൽ അല്ല. എക്സസ് സപ്ലൈ ഓഫ് എയർ ഫ്യൂൽ അറ്റ് ഐഡിൽ അല്ല. ഓൾവേസ് ഹോൾഡ് ദ കറക്റ്റ് ഫ്യൂൽ എന്ന് തോന്നുന്നു, ഡി ആണെന്ന് തോന്നുന്നു. അല്ല, സോറി. കൺട്രോൾ എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻ ടു ദ എഞ്ചിനാണ് കേട്ടോ. അതെ, അതാണ് സംഭവം, ശരിയാണ്. നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്നതനുസരിച്ച് എയർ ഫ്യൂൽ മിക്സ്ചർ കൂട്ടുക, അതായത് ഫ്യൂവൽ സെയിം ആണ് പക്ഷേ എയർ കൂട്ടുക, അല്ലെങ്കിൽ എയറിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ ഫ്യൂവൽ കൂട്ടുക അല്ലേ. ആ പരിപാടിയാണ് AFR കൺട്രോൾ ചെയ്യുന്നതാണ് ത്രോട്ടിൽ വാൽവ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ശരിയാണ് ആൻസർ, ഡി അല്ല.
വാട്ട് ഈസ് ദ കംപ്രഷൻ റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ? കംപ്രഷൻ റേഷ്യോ ഓഫ് പെട്രോൾ എഞ്ചിൻ നമ്മൾ പറഞ്ഞ് 5:8 ആണ് അല്ലേ? 5:8 ആണ്. അതായത് 6:11 ഉണ്ട്, അത് വരാം. വേറെ ഒന്നും വരത്തില്ല അല്ലേ? 8:15 ഒന്നും വരത്തില്ല. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് 6:11 ആണ്. ആൻസർ ശരിയാണ്, സി. ഫ്രഷ് ചാർജ് ഇൻ സിലിണ്ടർ ഓഫ് എ 2-stroke എഞ്ചിൻ എൻറ്റേഴ്സ് ദ സിലിണ്ടർ ബൈ. 2-stroke എഞ്ചിൻ അതിലെ സിലിണ്ടർ എവിടെ നിന്നാണ് വരുന്നത്? ട്രാൻസ്പോർട്ട് പോർട്ട് വഴിയാണ് സിലിണ്ടറിലോട്ട് വരുന്നത്. അകത്തോട്ട് വരുന്ന ഇൻലെറ്റ് പോർട്ട് വഴിയാണ്. ഇൻലെറ്റ് പോർട്ട് വഴി കയറിയിട്ട് അത് ക്രാങ്ക് കേസിലോട്ട് കയറിയിട്ട് ക്രാങ്ക് കേസിൽ നിന്ന് ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് സിലിണ്ടറിലോട്ട് കയറുന്നത്. ദ ടൈപ്പ് ഓഫ് ഡ്രൈവ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മിനിമം ഡിസ്റ്റൻസ് ആൻഡ് ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ. ഗിയർ. മിനിമം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഗിയർ, മാക്സിമം പവറും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് എ. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറയുമ്പോൾ ബോൾ ബിയറിംഗ് ആണ്. ബോളും റോളറും എല്ലാം വരുന്നത് ആൻറ്റി ഫ്രിക്ഷൻ ആണ്. നീഡിൽ, ബോള്, റോളർ, ടേപ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് പിൻ ജോയിൻറ്റ്? പിൻ ജോയിൻറ്റ്. നക്കിൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ പിൻ ജോയിൻ്റ് ആണ് അല്ലേ? നക്കിൾ, നമ്മുടെ കൈയുടെ നക്കിൾ നോക്കിയാൽ മതി, അതൊരു പിൻ ജോയിൻ്റ് ആണ്. സോക്കറ്റ് ആൻഡ് സ്പിരിറ്റ് പിന്നല്ല, എക്സ്പാൻഷനും പിന്നല്ല. ക്വാർട്ടറും പിന്നാണ് ആക്ച്വലി. ക്വാർട്ടർ ജോയിൻറ്റ് പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല ആപ്റ്റ് ആൻസർ നക്കിൾ ജോയിൻ്റ് ആണ്. ക്വാർട്ടറും വരാം കേട്ടോ, ക്വാർട്ടറും വരാം. പക്ഷേ ക്വാർട്ടർ സ്ലൈഡിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് പിന്ന് വരത്തില്ല. അപ്പോൾ എ ആണ് കൂടുതൽ ആൻസർ, നല്ല ആൻസർ. ഇഫ് ദ ബിയറിംഗ് പ്രഷർ ഈസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. ബിയറിംഗ് പ്രഷർ ഈസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പം അതിന് പാരലായിട്ട്, അതാണ് ത്രസ്റ്റ് ബിയറിംഗ് അല്ലേ? ത്രസ്റ്റ് ബിയറിംഗ്. അതിൻ്റെ വേറെ പേരാണ് പെഡസ്ട്രൽ ബിയറിംഗ്. സോറി, പിവട്ട്. പെഡസ്ട്രൽ വരത്തില്ല. പെഡസ്ട്രൽ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബിയറിംഗ് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഓർമ്മ പിവട്ട് പക്ഷേ പഠിക്കുന്നുണ്ട്. പിവട്ടാണ് ആൻസറേ. പിവട്ടാണ് ത്രസ്റ്റ് ബിയറിംഗ്, അല്ലെങ്കിൽ പിവട്ട് ബിയറിംഗ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ത്രസ്റ്റ്. ഓക്കെ. ദ ഡ്വൽ ആംഗിൾ ഓൺ എ 3-cylinder എഞ്ചിൻ കമ്പയർഡ് ടു 4-cylinder എഞ്ചിൻ. 4-cylinder എഞ്ചിന് ഡ്വൽ ആംഗിൾ കുറവായിരിക്കും. 3-cylinder 3 സിലിണ്ടർ ഉള്ളൂ, അപ്പം ഡ്വൽ ആംഗിൾ കൂടുതലായിരിക്കും. ഡ്വൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മുടെ 360 ഡിഗ്രി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ? നമ്മൾ 360 ഡിഗ്രി, ഇപ്പോൾ 4 സ്ട്രോക്ക് ആണെങ്കിൽ 720 ഡിഗ്രിയിൽ എത്ര സിലിണ്ടർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 3 സിലിണ്ടർ ഉള്ളെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ളൂ. 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് കൂടുതലായിരിക്കും 3 സിലിണ്ടറിന്. പിന്നെ 4-stroke എഞ്ചിൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഇറ്റ് സ്ട്രോക്ക് ഈസ് ഇൻക്രീസ്ഡ്. സ്ട്രോക്ക് ഇൻക്രീസ് ചെയ്യുന്നപ്പോഴാണ്? ക്രാങ്ക് ത്രോ കൂടുമ്പോഴാണ് സ്ട്രോക്ക് ഇൻക്രീസ് ആവുന്നത്. A 4-cylinder engine has a capacity of 2.8 liter. Okay, and its clearance volume is 1 cylinder is 100. അപ്പം ക്ലിയറൻസ് വോളിയം കിട്ടി 100. കംപ്രഷൻ റേഷ്യോ ആണ് ചോദിച്ചിരുന്നത്. ടോട്ടൽ 2.8 ലിറ്റർ, അതായത് 2800 cc ആണ് ടോട്ടൽ. 2800 cc എന്ന് പറയുമ്പോൾ 4 സിലിണ്ടറാണ്. അപ്പോൾ ഒരു സിലിണ്ടറിന് അതിൽ 700 cc വരും അല്ലേ? 7428 700 cc ആണ് ഒരു സിലിണ്ടറിൽ. അപ്പോൾ വി സി പ്ലസ് വി സ്വെപ്റ്റ് ബൈ വി സി എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ തന്നേക്കുന്ന കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വെപ്റ്റ് വോളിയം ആണ് അല്ലേ? സ്വെപ്റ്റ് ആണ് കപ്പാസിറ്റി, അത് മറക്കല്ല്. അതുകൊണ്ട് 700 + 100, അപ്പോൾ 800/100, അപ്പോൾ 8:1. ആൻസർ 8:1 ബി. ദ ഫ്ലക്ച്വേഷൻ ഓഫ് എഞ്ചിൻ സ്പീഡ് ഡ്യൂറിങ് സൈക്കിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഫ്ലക്ച്വേഷൻ എവിടെ? മാസ് ഓഫ് ദ ഫ്ലൈ വീലിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? മാസ് ഓഫ് ദ ഫ്ലൈ വീൽ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് ദ പിസ്റ്റൺ പിൻ ആൻഡ് ദ ടോപ്പ് ഓഫ് ദ പിസ്റ്റൺ ക്രൗൺ. ആക്സിസ് ഓഫ് ദ പിസ്റ്റൺ പിന്നും ടോപ്പ് ഓഫ് ദ ക്രൗൺ എന്ന് പറയുന്ന പേരിനെ പറയുന്നതാണ് കംപ്രഷൻ ഹൈറ്റ്. കംപ്രഷൻ ഹൈറ്റ് ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പിസ്റ്റൺ പിൻ? ഫാസ്റ്റനിങ് മെത്തേഡ്. 3 തരം ഫാസ്റ്റനിങ് ഉണ്ട് നമ്മൾ പറഞ്ഞു. സെമി ഫ്ലോട്ടിങ്, ഫുൾ ഫ്ലോട്ടിങ്, സെറ്റ് സ്ക്രൂ. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതാണ് 3/4. അപ്പോൾ ആൻസർ സി. ദ പിസ്റ്റൺ സ്കർട്ട് ക്ലിയറൻസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിസ്റ്റൻ്റെ സ്കർട്ട് ക്ലിയറൻസ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.04 mm ആണ് പിസ്റ്റൻ്റെ സ്കർട്ട് ക്ലിയറൻസ്. ഓക്കെ, 0.04 mm. ആൻസർ ഡി ആണ്. ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് 1 cylinder മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് ഓൺ സ്ട്രോക്ക് ഈസ് കോൾഡ് സ്വെപ്റ്റ് വോളിയം അല്ലേ? സ്വെപ്റ്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം തന്നെയാണ് സ്ട്രോക്ക് വോളിയം. കണ്ടോ? അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. സ്വെപ്റ്റ് വോളിയം തന്നെയാണ് സ്ട്രോക്ക് വോളിയം. അത് തന്നെയാണ് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻസർ എന്താണ്? ഡി ആണ്. ഓൾ ഓഫ് ദീസ്. അതോ ഇത് കാണും. സ്വെപ്റ്റ് വോളിയം കണ്ടുകൊണ്ട് ഇതങ്ങ് കുത്തല്ലേ, ബാക്കിയൂടെ വായിച്ച് നോക്കണം. ദ മാക്സിമം പെർമിസിബിൾ ഓവാലിറ്റി. ഓവാലിറ്റി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓവാലിറ്റി മാക്സിമം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓവാലിറ്റി മാക്സിമം 0.01 mm ആണ്. 0.1 mm എന്നൊക്കെ ഒരുപാട് വരും. 0.01 mm മാത്രമാണ് എൻ്റെ ഓവാലിറ്റി. ആൻസർ ഇസ് ബി. ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ ആഡഡ് ടു ലൂബ്രിക്കേറ്റിംഗ് ഗ്യാസ് ആൻറ്റി ഫോമിങ്? ആൻറ്റി ഫോമിങ് ഏറ്റവും നമ്മൾ POS ആണ്. POS പോളി ഓർഗാനോ സിലിക്കേറ്റ്സ് അങ്ങനെ എന്തോ ആണ് അതിന് പേര്. പോളി ഐസോബ്യൂട്ടൻ അല്ല, പോളി വിനൈൽ അതൊന്നുമല്ല. പോളി
ഓർഗാനോ സിലോക്സെയിൻസ്. ഓക്കെ, POS എന്ന് പഠിച്ചാൽ മതി. ആൻറ്റി ഫോമിങ് പോസ് എന്നങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ആൻറ്റി ഫോമിങ് പോസ്. ഓക്കെ, തിയോ ഫോസ്ഫോറിക് അല്ല. ആൻസർ സി. ദ ബെല്ലോസ് ഓഫ് തെർമോസ്റ്റാറ്റ് വാൽവാസ് ആർ ഫിറ്റഡ് അല്ല ഫിൽഡ്. അതിനകത്ത് ഫില്ല് ചെയ്യുന്നത് ഈതയിലാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള സമയത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈതയിലാണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റിഫ്രീസ്. നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻറ്റിഫ്രീസ്. ആക്ച്വലി എത്തിലീൻ ഗ്ലൈക്കോൾ ആൻറ്റിഫ്രീസ് ആണ്. ഈതയിൽ ആൽക്കോൾ ആൻറ്റിഫ്രീസ് ആണ്. ക്ലോറോമീതേനും ആൻറ്റിഫ്രീസ് ആണ്. കാൽഷ്യം ക്ലോറൈഡ് ആൻറ്റിഫ്രീസ് അല്ല. ആൻസർ ഈസ് ഡി. ആൻസർ ഈസ് ഡി. ആക്ച്വലി എനിക്ക് തോന്നുന്നു കാൽഷ്യം ക്ലോറൈഡും ഉപയോഗിക്കും കേട്ടോ. അപ്പം കാൽഷ്യം ക്ലോറൈഡും ചിലടത്ത് ഉപയോഗിക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അപ്പം ഡിയും വരും. തമ്മിൽ ഭേദം കാൽഷ്യം ക്ലോറൈഡ് ആണെന്നുള്ള പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ദ മാക്സിമം പെർമിസിബിൾ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്നാണ് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ. എഞ്ചിൻ ഓയിൽ ഫിൽറ്ററിൽ മാക്സിമം വരാവുന്ന പ്രഷർ 2 bar ആണ്. 2 bar. 2 bar കൂടുതലായി കഴിഞ്ഞാൽ പ്രഷർ റിലീഫ് വാൽവ് വഴി അത് പുറത്തു പോകും. ഓക്കെ, 2 bar ആണ്. ആൻസർ സി. ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ഗീവ്സ് ഓഫ് സഫീഷ്യൻറ്റ് വേപ്പർ ടു ഫോം കമ്പസ്റ്റബിൾ മിക്സ്ചർ. അതിന് പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. ഫയർ പോയിന്റ് എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ് നേരം നിന്ന് കത്തണം. അപ്പോൾ ആൻസർ ഇതിനതിൽ ഫ്ലാഷ് പോയിന്റ് ആണ്. ആൻസർ ഈസ് ഫ്ലാഷ് പോയിന്റ്. വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസസ് എ സെപ്പറേറ്റ് ഓയിൽ ടാങ്ക്. സെപ്പറേറ്റ് ഓയിൽ ടാങ്ക് ഡ്രൈ സമ്പ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് എയർ ഇൻടേക്ക് സിസ്റ്റം. എയർ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ടർബോ ചാർജർ കമ്പോണൻ്റ് ആണ്. ഇൻ്റർകൂളർ കമ്പോണൻ്റ് ആണ്. എയർ കംപ്രസർ എന്ന് പറഞ്ഞിട്ട് സാധനം എയർ ഇൻടേക്കിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമിഷൻ കൺട്രോൾ ടെക്നിക് EGR. EGR എന്തിനാണ്? നോക്സിനാണ് അല്ലേ. EGR നോക്സിനാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൈട്രസ് ഓക്സൈഡ്. ആൻസർ ഈസ് എ. The measurement of fuel delivery by each plunger with the control rod on a fixed position and its comparison is called. ഓർക്കണം, മെഷർമെൻറ്റ് ഓഫ് ഫ്യൂവൽ ഡെലിവേർഡ് ബൈ ഈച്ച് പ്ലഞ്ചർ. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ഫ്യൂവൽ ആണ്. മെഷർമെൻറ്റ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ട് ഓഫ് ഫ്യൂവൽ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാലിബ്രേഷൻ ആണ്. അതേസമയം ടൈം ആണെങ്കിലോ ഫേസിങ് ആണ്. ടൈമിന് ഫേസിങ് ആണ്. ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പണിംഗ് പ്രഷർ ഓഫ് ഹോൾ ടൈപ്പ് നോസിൽ. ഹോൾ ടൈപ്പ് നോസിൻ്റെ ഓപ്പണിംഗ് പ്രഷർ നമ്മൾ പഠിക്കുന്നുണ്ട് 17 to 34 MPa ആണ്. 34 MPa ആണ് പഠിച്ചു വെച്ചേക്കുക. ആൻസർ 17 to 34 MPa. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് നോസിൽ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രിവെൻറ്റിംഗ് ഡെപ്പോസിറ്റ്. സെൽഫ് ക്ലീനിങ് ടൈപ്പ് നോസിൽ ഏതാണ്? പിൻഡിൽ ടൈപ്പാണ്. പിൻഡിൽ ടൈപ്പ്. ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മാക്സിമം പ്രഷർ ഈസ് ഡെവലപ്ഡ് ബൈ ഹൈ പ്രഷർ ഡീസൽ പമ്പ് ഇൻ CRDA എഞ്ചിൻ. ഹൈ പ്രഷർ ഡീസൽ പമ്പ് ഇൻ CRDA എഞ്ചിൻ 2000. നമ്മൾ പറഞ്ഞല്ലോ 200. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു 200 to 2000 bar എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് 2000 bar ആണ്. ആൻസർ എ. പിന്നെ ഡീസൽ എഞ്ചിൻ ആക്ച്വലി നമ്മൾ പറയുമ്പം CRDAയിൽ കോമൺ റെയിലിനകത്തുള്ള പ്രഷർ 1600 bar ആണ്. റെയിലിനകത്തുള്ള പ്രഷർ 1600 bar ആണ്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് ചോദിച്ചിരുന്ന പ്രഷർ ഡെവലപ്ഡ് ആണ്. പ്രഷർ ഡെവലപ്ഡ് ഈ HP പമ്പ്, ഹൈ പ്രഷർ ഡീസൽ പമ്പ് HPDP ഉണ്ടാകുന്ന പ്രഷർ 2000 ആണ്. അത് പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് 1600 ആണ് കേട്ടോ. 1600 റേഞ്ചാണ്. 2000 എന്ന് പറഞ്ഞാൽ 2000 ആണ് ആൻസർ കേട്ടോ. ഇൻ എ ഡീസൽ എഞ്ചിൻ ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ ദ ടൈം ഓഫ് ഇഞ്ചക്ഷൻ, അതായത് ഫ്യൂവൽ കൊടുക്കുന്ന സമയവും ആൻഡ് ടൈം ഓഫ് ഇഗ്നിഷൻ ഈസ് കോൾഡ് ഇഗ്നിഷൻ ഡിലേ. ഇഗ്നിഷൻ ഡിലേ എന്ന് പറയും. ഡിലേ പീരീഡ്. ആൻസർ ഈസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്യൂവൽ ചേമ്പേഴ്സ് ആർ ദെയർ ഇൻ HEUI. ഹൈഡ്രോളിക്കലി കൺട്രോൾഡ് ഇലക്ട്രോണിക്കലി ഹൈഡ്രോളിക്കലി ആക്ച്വേറ്റഡ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് UI. അതാണ് HEUI. ഹൈഡ്രോളിക്കലി ആക്ച്വേറ്റഡ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് യൂണിറ്റ് ഇഞ്ചക്ഷൻ. ഓക്കെ, അതിൻ്റെ എത്ര ഫ്യൂൽ ചേമ്പറുണ്ട്? 2 ഫ്യൂൽ ചേമ്പറുണ്ട്. 2 ഫ്യൂൽ ചേമ്പർ കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് എമിഷൻ ഈസ് റിക്വയർഡ്? DEF. നമ്മൾ നേരത്തെ പറഞ്ഞു DEF വേണമെന്നത് എന്താണ്? സ്പെഷ്യൽ കാറ്റലിറ്റിക് റിഡക്ഷൻ ആണ്. സ്പെഷ്യൽ കാറ്റലിറ്റിക് റിഡക്ഷൻ. ആൻസർ ഈസ് ഡി. സ്പെഷ്യൽ അല്ല, സോറി, സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ. ഹൗ ഡു വി അച്ചീവ് നിയർ സീറോ എമിഷൻ ഇൻ ഡീസൽ എഞ്ചിൻ? ഡീസൽ എഞ്ചിനകത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ്? സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉണ്ട്. അപ്പം അത് രണ്ടും വരുന്ന ഏതൊക്കെയാണ് നോക്കുക. EGR ആൻഡ് SCR. ബി ആണ് ആൻസർ. ആൻസർ ഇസ് ബി. പിന്നെ അതിൽ നമുക്കൊരു ഡൗട്ട് വരും. DPF EGR വരും. പക്ഷേ DPF EGR എന്ന് പറയുമ്പോൾ എനിക്ക് ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽറ്ററാണ് അല്ലേ. അത് പക്ഷേ അതല്ല. അതിൻ്റെ കൂട്ടത്തിൽ
EGR SCR ആണ്. സീറോ എമിഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ BS6 അതിൽ ഉപയോഗിക്കുന്നത്. BS6 അങ്ങനത്താണ് ആക്ച്വലി ഈ ഇത് വരുന്നത്. ഏതാണ് ആഡ് ബ്ലൂവിൻ്റെ കാര്യമാണ്. ആഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആഡ് ബ്ലൂ അതാണ് ഡീസലിനകത്ത് ഒഴിക്കുന്നത്. അതിന് വേറൊരു ടാങ്കൊക്കെ ഉണ്ട്. നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു ആഡ് ബ്ലൂ ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ. ഇൻ 3-way catalytic converter which act as the reduction rhodium RR. ക്ലച്ച് പ്ലേറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ. ക്ലച്ച് പ്ലേറ്റ് അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഫ്ലൈവീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെയും ഇടയ്ക്കാണ്. ഫ്ലൈവീലിൻ്റെയും പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയ്ക്കാണ് എന്ത് ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റ്. അപ്പം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് അല്ല, ഫ്ലൈവീൽ ആൻഡ് പ്രഷർ പ്ലേറ്റ്. ആൻസർ സി. ഓൺ വിച്ച് സിസ്റ്റം ദ സ്ലേവ് സിലിണ്ടർ നമ്മൾ ഏതിലാണ്? ക്ലച്ച് ഹൈഡ്രോളിക് ക്ലച്ചിലാണ് എന്ത് സ്ലേവ് സിലിണ്ടർ. അപ്പോൾ ക്ലച്ച് ഓപ്പറേഷനിലാണ് സ്ലേവ് സിലിണ്ടർ വരുന്നത്. സി. വിച്ച് ടൈപ്പ് ഓഫ് സിങ്ക്രോണൈസർ യൂണിറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു എൻഗേജ് 4th ഗിയർ ടു 3rd ഗിയർ? ഓക്കെ, അതിന് ഹയർ ഗിയറുകൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ബോൾക്ക് ടൈപ്പാണ്. ബോൾക്ക് റിംഗ് ടൈപ്പാണ് ആക്ച്വലി. ബോൾക്ക് റിംഗ് ടൈപ്പ് ഹയർ ഗിയറിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾക്ക് റിംഗ് ടൈപ്പ് ആണല്ലോ. പഠിച്ചോളാം. ആൻസർ ബി. ഓൺ വിച്ച് ഡിവൈസ് ദ ലോക്കപ്പ് ക്ലച്ച് വരുന്നത് അതിനകത്താണ്? ടോർക്ക് കൺവേർട്ടറിനകത്ത്. നമുക്കറിയാം ടോർക്ക് കൺവേർട്ടർ അതിൽ ഒരു റോട്ടറുണ്ട്, ഒരു സ്റ്റേറ്ററുണ്ട്, പിന്നെ ഒരു ടർബൈൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം ലോക്ക് ചെയ്യാനായിട്ട് ഇതുമായിട്ട് ലോക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ലോക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആ മെക്കാനിസമാണ് ലോക്കപ്പ് ക്ലച്ച് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് ടോർക്ക് കൺവേർട്ടറിലാണ്. ആൻസർ ഈസ് സി. ഡാഷ് ഓഫ് ഡുവൽ മാസ് ഫ്ലൈവീൽ ഐസൊലേറ്റ് ദ ഫ്ലൈവീൽ മാസ് സിസ്റ്റം ഓഫ് ദ എൻജിൻ. ഓക്കെ, ഡുവൽ മാസ് ഫ്ലൈവീലിനതിൽ ഈ ഫ്ലൈവീൽ മാസിനെ എൻജിനുമായിട്ട് ഇത് ചെയ്യുന്നത് വൈബ്രേഷൻ ഡാമ്പറാണ്. ആൻസർ ഈസ് ബി. ഇൻ എ ഹോച്ച്കിസ് ഡ്രൈവ് ദ റിയർ എൻഡ് ഡ്രൈവിംഗ് ടോർക്ക് എടുക്കുന്ന ഏതാണ്? ലീഫ് സ്പ്രിംഗ് ആണ്. റിയർ ലീഫ് സ്പ്രിംഗ്. ഇൻ എ ഡിഫറൻഷ്യൽ യൂണിറ്റ് വിച്ച് പാർട്ട് ഡസ് നോട്ട് റിവോൾവ് വെൻ ദ വെഹിക്കിൾ ഈസ് ഇൻ സ്ട്രേറ്റ് ഡ്രൈവ്? വെഹിക്കിൾ സ്ട്രേറ്റ് ഡ്രൈവിൽ പോകുമ്പം എന്തോ കറങ്ങത്തില്ല? പ്ലാനറ്ററി ഗിയർ കറങ്ങത്തില്ല. ബാക്കിയെല്ലാം കറങ്ങും, പ്ലാനറ്ററി ഗിയർ കറങ്ങത്തില്ല. ആൻസർ ഈസ് എ. വിച്ച് റിയർ ആക്സിൽ ഷാഫ്റ്റ് സപ്പോർട്ട് മേക്ക് ഇറ്റ്സ് പോസിബിൾ ടു ടേക്ക് ഓഫ് ദ ആക്സിൽ ഷാഫ്റ്റ് വിത്തൗട്ട് റിമൂവിങ്? നമ്മൾ പറഞ്ഞു എന്താ ഫുൾ ഫ്ലോട്ടിങ്. ഹുക്സ് ജോയിൻറ്റ് യൂസസ് ഡാഷ് ബിയറിംഗ് ടു സപ്പോർട്ട് ദ ക്രോസ് ഇൻ ദ യോക്ക്. ക്രോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട്, ബുഷും ഉണ്ട്, നീഡിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഷോ ചെയ്യുന്നത് നീഡിലാണ്. അപ്പോൾ നമ്മൾ നീഡിൽ ബിയറിംഗ് ആണ് എടുക്കുക. ആൻസർ സി. പിന്നെ ടോർക്ക് കൺവെർട്ടർ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ. ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് സ്റ്റേറ്ററാണ് അല്ലേ. സ്റ്റേറ്ററിനെ തന്നെ നമ്മൾ വേറൊരു പേര് പറയും, എന്താണ്? റിയാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ കമ്പോണൻസ് ബിറ്റ്വീൻ ദ സസ്പെൻഷൻ ആൻഡ് ദ റോഡ് സർഫസ്. സസ്പെൻഷൻ്റെ റോഡ് സർഫസിൻ്റെ ഇടയ്ക്കുള്ളതാണ് അൺസ്പ്രങ് വെയിറ്റ് നമ്മൾ പറയുന്നത്. ദ പർപ്പസ് ഓഫ് ഷാക്കിൾ നമുക്കറിയാം, ലെങ്ത് അലോ ചെയ്യാം അല്ലേ. അലോങ് ദി സ്പ്രിംഗ് ലെങ്ത് ടു ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടിൽറ്റ് ഓഫ് ദ ഫ്രണ്ട് വീൽ ഫ്രം ദ വെർട്ടിക്കലിൽ നിന്നുള്ള ടിൽറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഇങ്ങനെ ഇരിക്കുന്ന ടിൽറ്റിന് പറയുന്ന പേരാണ് എന്ത്? ക്യാമ്പർ. വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ഈസ് യൂസ്ഡ് ഇൻ മാരുതി 800? പഴയ മാരുതി 800 അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റാക്ക് ആൻഡ് പിനിയൻ. ദ റേഷ്യോ ഓഫ് ടയർ സെക്ഷൻ ഹൈറ്റ് അതാണ്. റേഷ്യോ ഓഫ് ടയർ സെക്ഷൻ ഹൈറ്റ് ആൻഡ് ടയർ സെക്ഷൻ വിഡ്ത്ത്. ഹൈറ്റ് ടു വിഡ്ത്ത് തന്നെ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞാൽ വിഡ്ത്ത് ടു ഹൈറ്റ് ആണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതാണ് ആസ്പെക്ട് റേഷ്യോ കേട്ടോ. ദ ബീഡ് ഓഫ് ദ ടയർ റെസ്റ്റ് ഓൺ. ബീഡ് ഓഫ് ദ ടയർ. ടയറിൻ്റെ ബീഡ് എന്ന് പറയുമ്പോൾ അറിയില്ല, ടയർ ഇങ്ങനെ ഇരിക്കും. ടയറിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ പഠിച്ചാണ്. ടയറിൻ്റെ ഏറ്റവും അറ്റത്തൊരു ബീഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് ടയർ ഇരിക്കുന്നത്. ഈ ബീഡ് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിമ്മിലാണ് അല്ലേ. റിമ്മിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇത് ത്രെഡ് ഉള്ളത്. ഇങ്ങനെ ത്രെഡ് നമ്മൾ പടമൊക്കെ ഒന്ന് വരച്ച വീൽ റിമ്മാണ് ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ റിലീസിങ് ദ ഡിസ്ക് ബ്രേക്ക്. റിലീസ് ചെയ്യുമ്പം വിച്ച് പാർട്ട് ആക്ട് ആസ് ദ റിട്ടേൺ സ്പ്രിങ്? നമ്മൾ പറഞ്ഞു റബ്ബർ സീലിംഗ് റിംഗ് ആണ്. റബ്ബർ സീൽ എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ റിട്ടേൺ സ്പ്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ബ്രേക്ക് പ്രൊപ്പോർഷനേറ്റിംഗ് വാൽവ് എന്തിനാണ്? ബാലൻസ്ഡ് ബ്രേക്കിംഗ് കൊടുക്കാൻ അല്ലേ. ബാലൻസ്ഡ് ബ്രേക്ക് എല്ലായിടത്തും ഈക്വലായിട്ട് കൊടുക്കാൻ, ബാലൻസ്ഡ് ബ്രേക്കിംഗ് കൊടുക്കാനാണ് ബ്രേക്ക് പ്രൊപ്പോർഷനേറ്റിംഗ് വാൽവ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് പ്രൊപ്പോർഷനേറ്റിംഗ് വാൽവ് കേടായി കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് മാത്രം ലോക്കായി പോകും. ഇൻ എയർ ബ്രേക്ക് സിസ്റ്റം ദ ബ്രേക്ക് പെഡൽ ഈസ് കണക്റ്റഡ് ടു. എയർ ബ്രേക്ക് സിസ്റ്റം ദ ബ്രേക്ക് പെഡൽ ഈസ് കണക്റ്റഡ് ടു. അൺലോഡർ വാൽവ് അല്ല. അൺലോഡർ വാൽവ് നമ്മൾ കൈ കൊണ്ട് ആക്ട് ചെയ്യുന്നതാണ് അൺലോഡർ വാൽവ്.
ബ്രേക്ക് വാൽവ് ആണ് സാധ്യതയുണ്ട്. സിസ്റ്റം പ്രൊട്ടക്ഷൻ വാൽവ് ഒരിക്കലുമല്ല. ബ്രേക്ക് ചേമ്പർ എന്ന് പറയുമ്പോൾ ആക്ച്വേറ്ററാണ്. ആക്ച്വേറ്റ് ചെയ്യുന്ന സാധനമാണ് ബ്രേക്ക് ചേമ്പർ. അപ്പോൾ ആൻസർ ബി തന്നെ. വിച്ച് ടൈപ്പ് ഓഫ് വീൽ സിലിണ്ടർ ഹെൽപ്സ് ടു അപ്ലൈ ഡിഫറൻറ്റ് പ്രഷർ ഓൺ ഈച്ച് ബ്രേക്ക് ഷൂ? ഡിഫറൻറ്റ് പ്രഷർ ഓൺ ഈച്ച് ബ്രേക്ക് ഷൂ അതായിരിക്കും സിംഗിൾ പിസ്റ്റൺ അല്ല, ഡബിൾ പിസ്റ്റൺ. ആക്ച്വലി ഈക്വൽ പ്രഷർ ഓൺ ഈച്ച് ബ്രേക്കാണ്. ഓക്കെ, ഡബിൾ പിസ്റ്റൺ ചെയ്യുന്നത് അതല്ല. ഡബിൾ പിസ്റ്റൺ വിത്ത് സ്റ്റെപ്പ് ബോർ. അതെ, സ്റ്റെപ്പ് ബോറാണ് ഡിഫറൻറ്റ് പ്രഷർ ഓൺ ഈച്ച് ബ്രേക്ക്. ഡിഫറൻറ്റ് പ്രഷർ ഓൺ ഈച്ച് ബ്രേക്ക് ഷൂ. അതായത് ഇതെങ്ങനെ വരും? പിസ്റ്റൺ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഡബിൾ പിസ്റ്റണാണ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം എന്താണ്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഏരിയ ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ ഏരിയ കൂടുതലുമാണ്. അപ്പോൾ എന്താണ്, ഇവിടെ പ്രഷർ ഫോഴ്സ് കൂടുതൽ വരും, ഇവിടെ ഫോഴ്സ് കുറവായിരിക്കും, ഇവിടെ ഏരിയ കുറവാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയാണ് ഇത് വിത്ത് സ്റ്റെപ്പ് ബോർ. സ്റ്റെപ്പ് ബോർ വരുമ്പോഴാണ് ഡിഫറൻറ്റ് പ്രഷർ ഓൺ ഈച്ച് ബ്രേക്ക് ഷൂ. ഓരോ ബ്രേക്ക് ഷൂവിലും ഡിഫറൻറ്റ് പ്രഷർ കൊടുക്കുന്നത് ഡബിൾ പിസ്റ്റൺ വിത്ത് സ്റ്റെപ്പ് ബോറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് വിത്ത് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്? സ്ലിപ്പ് റിങ് ഉള്ളതിനകത്താണ്, സ്പ്ലിറ്റ് റിങ് ഏതാണ്, ആൾട്ടർനേറ്റീവ് സ്ലിപ്പ് റിങ്. ഡൈനാമിക് ഏതാണ്, എന്ത് സ്പ്ലിറ്റ് റിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? വോൾട്ടേജ് റെഗുലേറ്റർ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സ്റ്റാർട്ടർ സ്പിൻസ് ബട്ട് ഡസ് നോട്ട് എൻഗേജ് ഫ്ലൈ വീൽ. അത് ഫ്ലൈ വീലിനകത്തോട്ട് എൻഗേജ്, സ്റ്റാർട്ടർ കറങ്ങുന്നുണ്ട്, മോട്ടറിന് കംപ്ലൈൻറ്റൊന്നുമില്ല, പക്ഷേ ആ സ്റ്റാർട്ടർ പിന്നെയും പോയിട്ട് ഫ്ലൈ വീലിനകത്തോട്ട് പോയി എൻഗേജ് ചെയ്യുന്നില്ല. അതായത് ബെൻഡിക്സ് ഡ്രൈവ് വർക്ക് ചെയ്യുന്നില്ല. ആൻസർ എന്താണ്? ബെൻഡിക്സ് ഡ്രൈവ്, ബെൻഡിക്സ് പിനിയൻ സ്റ്റക്ക് ഓൺ ആർമേച്ചർ ഷാഫ്റ്റ്. ആൻസർ സി. വിച്ച് ഈസ് ദ ഇൻറ്റേർണൽ ഷോർട്ട് സർക്യൂട്ട് ചെക്കിംഗ് ഡിവൈസ്? ഷോർട്ട് സർക്യൂട്ട്, ഇൻറ്റേർണലായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെക്ക് ചെയ്യുന്ന ഏതാണ്? ഗ്രൗളറാണ്, ഗ്രൗളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ ദ തെർമോസ്റ്റാറ്റ് വാൽവ് ഈസ് റിമൂവ്ഡ് ഫ്രം എഞ്ചിൻ? തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ല, എന്തോ എഞ്ചിൻ പെട്ടെന്ന് ചൂടാവത്തില്ല. നോട്ട് മെയിൻറ്റെയിൻ വർക്കിംഗ് ടെമ്പറേച്ചർ. അതാണ് ആൻസർ. ദ ആക്ച്വൽ പവർ അവൈലബിൾ ഓൺ ദ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. ആക്ച്വൽ പവർ അവൈലബിൾ ഓൺ ദ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന ഏതാണ്? ബ്രേക്ക് ഹോഴ്സ് പവർ ആണ് അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന ബ്രേക്ക് ഹോഴ്സ് ആണ്. അകത്തുണ്ടാവുന്നത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ആണ്. നഷ്ടപ്പെടുന്നതാണ് ഫ്രിക്ഷണൽ ഹോഴ്സ് പവർ. ഈ റേഡിയേറ്റർ ക്യാപ്പ് കണ്ടെയ്ൻ പ്രഷർ വാൽവ് ഉണ്ട്, വാക്വം വാൽവ് ഉണ്ട്, രണ്ടും ഉണ്ട്. വാക്വം റിലീഫ് വാൽവ് അല്ല, ഇതിനകത്ത് തെറ്റുണ്ട്. വാക്വം റിലീഫ് വാൽവ് അല്ല, വാക്വം വാൽവ് എന്നതിൻ്റെ പേരുള്ള. ആൻസർ സി ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ കാർ എഞ്ചിൻ? വിച്ച് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ കാർ എഞ്ചിൻ? സ്പ്ലാഷ് അല്ല, ഡ്രൈ സമ്പ് അല്ല, പ്രഷറാണ്. ആൻസർ ഇസ് ബി. ദ സീക്വൻസ് ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് ടേക്സ് പ്ലേസ് ഇൻ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഈസ്? സീക്വൻസ് ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് അതിൻ്റെ പറയുന്ന പേരാണ് എന്ത്? ഫയറിംഗ് ഓർഡർ. ദ കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ ഈസ് കോൾഡ് എന്താണ്? ചോക്ക് അല്ലേ. പെട്രോൾ എഞ്ചിൻ അത് ചോക്ക്, ഡീസൽ എഞ്ചിൻ അത് ഗ്ലോ പ്ലഗ്. ഇൻ എ പെട്രോൾ എഞ്ചിൻ, സ്പീഡ് ഓഫ് എഞ്ചിൻ, ക്യാം ഷാഫ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ഈസ് എന്താണ്? എഞ്ചിൻ ക്യാം ഷാഫ്റ്റും ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റും അത് രണ്ടും ഒരേ സ്പീഡാണ് അല്ലേ. ക്യാം ഷാഫ്റ്റും ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റും ഒരേ സ്പീഡ്. ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റുമാണ് 1:2 വരുന്നത്. ഓക്കെ, അതൊരിക്കലും സംശയം വരരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് വിച്ച് കൺവേർട്ട് ഹൈഡ്രോളിക് പവർ ടു ലീനിയർ ഫോഴ്സ്. ഓക്കെ, ഹൈഡ്രോളിക് പവർ ടു ലീനിയർ ഫോഴ്സ്, ആക്ച്വേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺ ഫോർ ബ്ലോ ബൈ ഗ്യാസ്? ബ്ലോ ബൈ ഗ്യാസ് വരാനുള്ള കാരണം എന്താണ്? ക്യാം ജേണലുമായിട്ട് ബന്ധമില്ല, വാൽവ് ഫേസുമായിട്ട് ബന്ധമില്ല, പിസ്റ്റൺ റിങ്ങുമായിട്ട് ബന്ധമുണ്ട്. സി. ഇൻ എ ഡീസൽ സൈക്കിൾ എൻജിൻ കമ്പഷൻ ടേക്സ് പ്ലേസ് അറ്റ്. ഇൻ എ ഡീസൽ സൈക്കിൾ എൻജിൻ കമ്പഷൻ ടേക്സ് പ്ലേസ് അറ്റ്. പി വി ഡയഗ്രാം വരയ്ക്കുക. പി വിക്ക് അത് ഇങ്ങനെ വരും. അപ്പോൾ പി ആണ് കോൺസ്റ്റന്റ് പ്രഷർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് എൻജിൻ ഗീവ്സ് ബെറ്റർ ബാലൻസിങ് ആൻഡ് മോർ യൂണിഫോം ടോർക്ക്? ബെറ്റർ ബാലൻസിങ്ങും യൂണിഫോം ടോർക്കും. ബെറ്റർ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം ഒപ്പോസിറ്റ് എൻജിൻ ആയിരിക്കും അല്ലേ. കാരണം ഒരു സിലിണ്ടർ ഇങ്ങോട്ടും ഒരു സിലിണ്ടർ ഇങ്ങോട്ടും ഇരിക്കുന്നത് ബെറ്റർ ബാലൻസിങ് ചെയ്യുന്ന ഒപ്പോസിറ്റിലാണോ ഇൻലൈനിലാണോ സംശയമുണ്ട്. ഇൻലൈനിലാണ് കേട്ടോ. പടം വരച്ചപ്പോഴാണ് കേട്ടോ. അങ്ങനെയൊക്കെ സംശയം വരുമ്പോൾ അപ്പോഴൊരു പടമൊക്കെ വരച്ച് നോക്കുക. പക്ഷേ ഒപ്പോസിറ്റ് എഞ്ചിൻ അതിൽ ബാലൻസിങ് ഭയങ്കര കുറവാണ്. ബാലൻസിങ് ഭയങ്കര പ്രശ്നമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പവർ ത്രസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബാലൻസിങ് ഭയങ്കര പാടാണ്. ഇത് തമ്മിൽ റേഡിയൽ എഞ്ചിനെക്കാട്ടിലും സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എന്താണ് ബോറും ലെങ്തും സെയിം ആണ്. അതാണ് സ്ക്വയർ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തമ്മിൽ ഭേദം ബെറ്റർ ബാലൻസിങ്, തമ്മിൽ ബാലൻസിങ് ഇൻലൈൻ എഞ്ചിൻ തന്നെയാണ്. ആൻസർ ഈസ് ബി. ഇൻ എ പെട്രോൾ എഞ്ചിൻ ഇവാപ്പറേഷൻ എമിഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഏതാണ്? കാർബൺ ക്യാനിസ്റ്റർ. ഇവാപ്പറേറ്റീവ് എമിഷൻ കാർബൺ ക്യാനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസീവ് വാൽവ് ക്ലിയറൻസ് റിസൾട്ട് ഇൻ വാൽവ് ലീഡ്, വാൽവ് ലാഗ്, ഡിക്രീസ്ഡ് വോളിമെട്രിക് എഫിഷ്യൻസി. വാൽവ് ലാഗായി കഴിഞ്ഞാൽ, വാൽവ് ലാഗാണ് ഉണ്ടാകുന്നത്, ശരിയാണ്. കാരണം വാൽവ് ക്ലിയറൻസ് കൂടിപ്പോയി, വാൽവിൻ്റെ ഈ ക്യാമും വാൽവും തമ്മിലുള്ള ക്ലിയറൻസ് ഒരുപാട് കൂടിപ്പോയി. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞാൽ വാൽവ് ഒന്ന് പൊങ്ങത്തുള്ളൂ, ക്ലിയറൻസ് കൂടിപ്പോയി കഴിഞ്ഞാൽ പൊങ്ങത്തുള്ളൂ. അപ്പം വാൽവ് ലാഗാണ് സംഭവിക്കുന്നത്. അത് കാരണം വോളിമെട്രിക് എഫിഷ്യൻസി കുറയും അല്ലേ, കുറയും. അപ്പം ബോത്ത് ബി ആൻഡ് സി ആണ്. ആൻസർ ഡി ആണ്. അല്ല കേട്ടോ, അതിൽ സി മാത്രമാണ് കിടക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഞാനാണെങ്കിൽ ബോത്ത് ബി ആൻഡ് സി ആണ്. കാരണം വാൽവ് ലാഗ് സംഭവിക്കും, അതുകൊണ്ടാണ് വോളിമെട്രിക് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അത് എൻ്റെ കീ സി ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ കണക്കുള്ള പ്രകാരം വാൽവ് ലാഗും വരും. അപ്പം ഡി ആവാനാണ് സാധ്യത. ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ്സ് ആർ. ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ് ഏതാണ്? ഷെൽ ബിയറിംഗ് ആണ് അല്ലേ, ഷെൽ ബിയറിംഗ് അല്ലെങ്കിൽ ജനറൽ ബിയറിംഗ് ആണ്. CRDA സ്റ്റാൻഡ്സ് ഫോർ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ദ ആക്ച്വേറ്റേഴ്സ് ഓഫ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആർ ഏതാണ്? വീൽ സിലിണ്ടർ ആണ്. ദ ഹൈഡ്രോളിക് പ്രസ് വർക്ക് അണ്ടർ പാസ്കൽസ് ലോ, നോ ഡൗട്ട്. വാട്ട് ഈസ് ബ്ലീഡിംഗ്? എയർ റിമൂവ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ ബേൺസ് ഫ്യൂവൽ ഓഫ് ഡാഷ് വോളറ്റിലിറ്റി. എന്താണ്? ലോ വോളറ്റൈൽ അല്ലേ, ലോ വോളറ്റൈലാണ്. കാരണം പെട്രോൾ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ലോ വോളറ്റൈലാണ് ഡീസൽ. വിച്ച് പ്രോസസ് ഈസ് കാൾഡ് സ്കാവഞ്ചിങ്? എന്താണ്? നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിനെ വേറൊരു ഗ്യാസ് വന്നിട്ട് തള്ളിക്കളയുന്നത്. എയർ ഫ്യൂൽ മിസ്റ്റർ ഡോൺ ടു കാങ്കീസ് മിസ്റ്റർ, അതെ ഡി. വിച്ച് ഓഫ് ദ എഞ്ചിൻ ഹാസ് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി? മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി വരുന്ന ഏത് എഞ്ചിനാണ്? ഇൻലൈൻ എഞ്ചിനാണോ, ഓപ്പോസിറ്റ് എഞ്ചിനാണോ, റേഡിയൽ എഞ്ചിനാണോ, വി എഞ്ചിനാണോ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വി എഞ്ചിനായിരിക്കും. അല്ല, റേഡിയൽ എഞ്ചിനാണ് ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കേട്ടോ. ആൻസർ റേഡിയൽ എഞ്ചിൻ, ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സിലിണ്ടർ ബ്ലോക്ക് പിസ്റ്റൺ ലൈനേഴ്സ് ആർ സീൽഡ് വിത്ത് ദ വാട്ടർ ജാക്കറ്റ് ബൈ. എന്താ? ഓറിങ്സ് ആണ്. ഓറിങ്സ് വെച്ചിട്ടാണ് വാട്ടർ ജാക്കറ്റിനെ സീൽ ചെയ്യുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ബി. വാൽവ് ക്ലിയറൻസ് ഈസ് അഡ്ജസ്റ്റഡ് when both the valves are in. ഇൻലെറ്റ് വാൽവ് ഈസ് ഓൺലി ഇൻ ഓപ്പൺ പൊസിഷൻ, എക്സോസ്റ്റ് വാൽവ് ഓൺലി ഇൻ ക്ലോസ്. വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? രണ്ടും ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴാണല്ലേ, രണ്ടും ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ വേരീസ് ബിറ്റ്വീൻ. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ്റെ എത്രയാണ്? 35 to 40 ആണെന്നാണ് എൻ്റെ കണക്കൂട്ടിൽ. ആൻസർ ഡി ആണ്. 32 to 38% ആണ് കേട്ടോ. കേരള PSCയുടെ ഈ 32 to 38% ആണെന്നുള്ള പഠിച്ചു വെച്ചേക്കാം. നമ്മൾ പഠിക്കുന്നത് 35 to 40 ആണ് എന്നാണ് എൻ്റെ നിഗമനം. പക്ഷേ ആൻസർ കീ ഇതാണ്. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ ഈസ് 32 to 38%. ദ ലോ സ്പീഡ് എഞ്ചിൻസ് റൺ അറ്റ് സ്പീഡ് ഓഫ്. ലോ സ്പീഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെസ് ദാൻ 350 RPM ആണ് ലോ സ്പീഡ് എഞ്ചിൻ. ആൻസർ ഇസ് ബി. ദ ഫയറിംഗ് ഇൻ്റർവൽ ഓഫ് 2-stroke 2-cylinder എഞ്ചിൻ. ഫയറിംഗ് ഇൻ്റർവൽ ഓഫ് 2-stroke 2-cylinder, 2 സ്ട്രോക്കാണ്. അപ്പോൾ 180 ഡിഗ്രിയാണ് അല്ലേ, 360 ഡിഗ്രി. അതായത് ഒരു 360 ഡിഗ്രിയിൽ ഒരു ഫയറിങ് വരും, അല്ല ഒരു കറക്കത്തിൽ ഒരു ഫയറിങ് വരും. 2 cylinder ആണുള്ളത്. അപ്പോൾ ആൻസർ 180 ഡിഗ്രി. സോറി, അല്ല 360 ആണ് കേട്ടോ. കാരണം 2 cylinder ഫയറിംഗ് ഇൻ്റർവൽ ഓഫ് 2-stroke. എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ 90 ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണേ. ഇത് തെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. 360 എന്നാണ് ഞാൻ പറഞ്ഞത് എഴുതിയേക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കൂടെ പറയാം 180 ഡിഗ്രിയാണ് വരുന്നത്. കാരണം 2-stroke 2-cylinder എഞ്ചിനാണ്. ഫയറിംഗ് ഇൻ്റർവൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ഓക്കെ, 2-stroke 1 cylinder എഞ്ചിനാണെങ്കിൽ കറക്റ്റായിട്ട് 360 ഡിഗ്രി തന്നെ വന്നേനെ. കാരണം 2 സ്ട്രോക്കിൽ ഒരു പവറാണ്. അപ്പം 360 ഡിഗ്രിയിൽ ഒരു പവറാണ് അല്ലേ, 360 ഡിഗ്രിയിൽ ഒരു പവറാണ്. പക്ഷേ ഇതിനകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 360 ഡിഗ്രിയിൽ 2 cylinder ഉണ്ട്. അപ്പം 180 ഡിഗ്രിയാണ് കേട്ടോ. ദ കംപ്രഷൻ റിംഗ് മൗണ്ടഡ് ഓൺ പിസ്റ്റൺ ആർ ജനറലി മെയ്ഡ് അപ്പ് ഓഫ്. എന്താണ്? ഹൈ കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ. സ്റ്റീലല്ല, കാസ്റ്റ് അയൺ ആണ് അല്ലേ, കാസ്റ്റ് അയൺ ആണ്.
കോട്ടഡ് വിത്ത് ക്രോമിയം. അപ്പോൾ അതിൽ ആൻസർ കീ വന്നത് ക്രോമിയമാണ്. ആരും ക്ലെയിമിനും പോയില്ല, കാരണം സ്റ്റീലല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സ്റ്റീൽ ആരും കുത്തിയില്ല, പകരം ക്രോമിയം തന്നെയാണ് ആൻസർ. ആൻസർ കീ സി ആണ് കേട്ടോ. ദ ഫയറിംഗ് ഓർഡർ ഓഫ് 4 സ്ട്രോക്ക് 6 സിലിണ്ടർ എഞ്ചിൻ. ഓക്കെ, 6 സിലിണ്ടർ എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു 1 5 3 6 2 4. ആൻസർ ഈസ് ബി. അതിൻ്റെ തിരിച്ചുകൊണ്ട് കേട്ടോ, 1 4 2 6 3 5 അങ്ങനെയുണ്ട് കേട്ടോ. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഒരു സ്ട്രോക്ക് ഉണ്ട് കേട്ടോ, അത് നോക്കിക്കോണേ. അത് ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ മൾട്ടിപ്ലൈഡ് ബൈ സ്ട്രോക്ക് ഈസ് എന്താണ്? എൻ്റെ സ്വെപ്റ്റ് വോളിയമാണ് അല്ലേ. ദ ഗ്യാസ്കറ്റ് സീലിംഗ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഗ്യാസ്കറ്റ് സീലിംഗ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലം അറ്റ് എവിടെയാണ്? സിലിണ്ടർ ഹെഡിലാണ്, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലക്ച്വേഷൻ ഓഫ് എഞ്ചിൻ സ്പീഡ് ഡ്യൂറിങ് എ സൈക്കിൾ ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ഫ്ലൈ വീൽ. നമ്മൾ നേരത്തെ പറഞ്ഞു. ദ മേജർ ലോസ് ഇൻ എ CA എഞ്ചിൻ, മേജർ ലോസ് ഇൻ കമ്പർഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. റബ്ബിംഗ് ഫ്രിക്ഷൻ ലോസ് അല്ല, പമ്പിങ് ലോസ് അല്ല, സോറി കേട്ടോ. പമ്പിങ് ലോസിനെക്കാട്ടിലും ഇതാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ലോസസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഓപ്ഷൻ ഡി ആണ്. അത് ഞാൻ പറയാം, ചാടി കയറി ആൻസർ ചെയ്യരുത്. എല്ലാ ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് കൂടുതൽ ലോസ് വരുന്നത്. ഏതാ? ഡീസൽ എഞ്ചിനിലാണേ, ഡീസൽ എഞ്ചിൻ. സ്പാർക്ക് ഇഗ്നിഷൻ അതിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ വരാൻ സാധ്യതയില്ല, കാരണം സ്പാർക്ക് വെച്ചിട്ടാണ് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്രയും കാർബറേറ്റഡ് ഫ്യൂലാണ്. ഓക്കെ, അത്രയും പറയില്ല നമ്മൾ, അറ്റോമൈസ്ഡ് ഫ്യൂലാണ് കേട്ടോ. ദ തെർമോസ്റ്റാറ്റ് വാൽവ്സ് ആർ ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ വരുന്നത്. അപ്പോൾ അതിനതിൽ കൂടുതലുള്ള ഓപ്ഷൻ 75 to 80. പക്ഷേ കീ വന്നത് 70 to 75 ആണ്. ഓക്കെ, ഇപ്പം പക്ഷെ അന്ന് ആരും ക്ലെയിം ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ആൻസർ വെച്ച് പോവുക. കേരള PSCയുടെ 70 to 75 ആണെങ്കിലും 75 to 80 ഡിഗ്രിയാണ്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കൊടുക്കാം. ആൻസർ ഈസ് ഡി. വേം ഗിയർ ഈസ് എ പാർട്ട് ഓഫ്. ഡിഫറൻഷ്യലിനകത്തില്ല, ഗിയർ ബോക്സിനകത്തില്ല, സ്റ്റിയറിങ്ങിനകത്തുണ്ട്, റിഡക്ഷൻ യൂണിറ്റിനകത്തില്ല. ആൻസർ ഈസ് ബി. ടു മച്ച് ഓഫ് ബെൽറ്റ് ടെൻഷൻ പ്രൊഡ്യൂസേഴ്സ്. ബെൽറ്റിൻ്റെ ടെൻഷൻ, ഇത് ബെൽറ്റിനകത്ത് വരുന്നതാണ്. നമുക്ക് ബെൽറ്റ് ആക്ച്വലി ഇല്ല. വേളിംഗ് സൗണ്ടാണ് ഉണ്ടാകുന്നത്. ടെൻഷൻ കൂടുതലാണെങ്കിൽ സൗണ്ട് വരും. വേളിംഗ് സൗണ്ടാണ് ആൻസർ. ക്ലിക്കിംഗ് സൗണ്ട് വരത്തില്ല, നോക്കിംഗ് സൗണ്ട് വരത്തില്ല, ടാപ്പിംഗ് സൗണ്ട് വരത്തില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ. വേൺ ഔട്ട് ക്യാം ലോബ്സ്. വേൺ ഔട്ട് ക്യാമിൻ്റെ ലോബ് വേൺ ഔട്ടായിപ്പോയി. അപ്പോൾ എന്ത് പറ്റും? ഇൻക്രീസിങ് എഞ്ചിൻ ലൈഫ് ബന്ധമില്ല. വാൽവ് ക്ലിയറൻസ് കൂടും. അതെ, ശരിയാണ്, വാൽവ് ക്ലിയറൻസ് കൂടും, കാരണം വേൺ ഔട്ടായിപ്പോയി. ആൻസർ ഓക്കെ. അപ്പോൾ വാൽവ് ക്ലിയറൻസ് കൂടുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വാൽവ് ക്ലിയറൻസ് കൂടുമ്പം എന്ത് പറ്റും? വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും. അതുകൊണ്ട് അതിനാണ് കൂടുതൽ അതിനകത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ആൻസർ ഈസ് ഡി കേട്ടോ. ഇത് ആക്ച്വലി ഇതൊക്കെ ഇപ്പം ആണ് ഇതൊക്കെ ചോദിക്കുന്നതിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ഡെലിറ്റ് ആവും, കാരണം വാൽവ് ക്ലിയറൻസ് കൂടുന്നത് കൊണ്ടാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയുന്നത്. ഓക്കെ, അത്രയാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഞാനീ പറഞ്ഞ പോലെ എല്ലാവരും നല്ലോണം പഠിക്കുക, നല്ലോണം റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടാൽ മതി, ഫൈനൽ ലാപ്പിൽ ഒന്ന് ഓടിച്ചു കണ്ടാൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ കേരള PSC ചോദിച്ചിട്ടുണ്ട്. ബൈ ബൈ.